നമുക്ക് മധ്യകേരളത്തിലേക്കൊന്ന് പോവാം. മധ്യകേരളത്തിൽ നിന്ന് അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് റോഷ്നി. അലി, എങ്ങനെയാണ്, സജീവമായോ അവിടെ കൊച്ചിയിൽ? ആളുകളൊക്കെ അവരവരുടേതായ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞോ? പിന്നിലൊരു വെള്ളക്കെട്ട് കാണുന്നുണ്ട് ഞാൻ. റോഷ്നി ഉണർന്നു വരികയാണ് കൊച്ചി. എനിക്ക് പിന്നിൽ കാണുന്ന വെള്ളക്കെട്ട്. ഇന്നലെ നമ്മൾ ക്യൂൻസ്വേയിൽ നിന്നാണ് മോർണിംഗ് ഷോയിൽ വന്നിരുന്നത്. അന്ന് അവിടെ കണ്ടത് നമ്മൾ കായലായിരുന്നു. ഇത് കായലല്ല, ഇത് പനമ്പള്ളി നഗറിന്റെ ദുരന്തമാണ് ഈ കാണുന്നത്. പറയുമ്പോൾ കൊച്ചിയിലെ ഏറ്റവും പോർഷ് ഏരിയയാണ് പനമ്പള്ളി നഗർ. പക്ഷേ ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യത്തിന് സമാനമായി വെള്ളമാണ് ഓരോ വേലിയേറ്റത്തിലും ഈ പനമ്പള്ളി നഗറിലെ പ്രധാനപ്പെട്ട റോഡുകളിലേക്ക് കയറുക. ഇതിനകത്തേക്ക് അഥവാ കാല് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറാതിരിക്കുന്നതാണ് ഭേദമെന്ന് പറയുന്നതാണ് സത്യത്തിൽ. അതാണ് സത്യാവസ്ഥ. നമ്മൾ ഈ പ്രദേശത്തൂടി വാഹനം കൊണ്ട് പോലും പോകാതിരിക്കുകയാണ് സാധാരണഗതിയിൽ വാഹനത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ ഒരു സമയത്ത് ചെയ്യാറ്. ഇത്രയും ദയനീയമാണ് അവസ്ഥ. ഇതിൻ്റെ സമീപത്തൊക്കെ ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത്. ഹോട്ടലുകളുടെയൊക്കെ വാട്ടർ ടാങ്കുകൾ പലതും ഈ പറയുന്ന വെള്ളത്തിൻ്റെ സമീപത്തൂടിയാണ് പോകുന്നത്. അത്രയും ദയനീയാവസ്ഥയാണ് ഓരോ വേലിയേറ്റങ്ങളിലും. ഈ പ്രദേശത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ടുകൂടിയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഈ കാനകളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഒക്കെ നടത്തിയിരുന്നു എങ്കിൽ കൂടി ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഇനിയും ഇവിടുത്തെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പലയാവർത്തി വാർത്ത ചെയ്തതാണ് ഈ കാണുന്ന ഓടയിൽ നിന്നും, അതായത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും ദയനീയാവസ്ഥയിലുള്ള മാലിന്യമാണ് ഈ ഓടയുടെ അകത്തോടി പോകുന്നത്. വേലിയേറ്റമാകുമ്പോഴേക്കും ഈ റോഡിലേക്ക് അത് ഇരച്ചു കയറും. ഈ പ്രദേശത്തുകൂടി ജോലിക്കൊക്കെ പോകേണ്ടി വരുന്ന ആളുകൾ, സ്കൂളുകളിലേക്ക് പോകേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ, ഇവരുടെയൊക്കെ ഒരു ദയനീയാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇന്ന് റോഷ്നി കാണുന്ന വെള്ളം എന്ന് പറയുന്നത് കായലല്ല, കനാലല്ല, ഇത് ഈ നാടിന്റെ ദുരന്തമാണ്. അതെ, അതാണ് അലി ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ കായലിന്റെ പശ്ചാത്തലത്തിൽ അലി നിൽക്കുമ്പോൾ മനോഹരമായിരിക്കുന്നു അലി എന്ന് പറഞ്ഞതാണ് ഞാൻ. പിന്നെ ഇന്നിപ്പോൾ ഇതാ ദയനീയമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ. രണ്ടും വെള്ളമാണെന്നേ ഉള്ളൂ, പക്ഷെ വലിയ വ്യത്യാസമുണ്ട്. നമുക്ക് വാർത്തയിലേക്ക് വരാം. അലി, സിനിമാ മേഖലയിലെ തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് ഇതാ കടക്കുന്നു. സൂചനാ പണിമുടക്ക് തീയതി തീരുമാനിക്കാനുള്ള ഫിലിം ചേംബർ യോഗം ഇന്ന് ചേരുമല്ലേ? തീരുമാനം ഉണ്ടാവുമോ? റോഷ്നി പറഞ്ഞതുപോലെ സിനിമാ മേഖലയിലെ തർക്കം തുടങ്ങിയിട്ട് കുറച്ചു കാലമായെങ്കിലും അതൊരു രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിയത് ഈ സമീപ ദിവസങ്ങളിലാണ്. വലിയ രീതിയിൽ നമുക്കറിയാം ആന്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റും അതിനെ തുടർന്ന് സുരേഷ് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണവും പിന്നീട് ആന്റണി പെരുമ്പാവൂർ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യവും, അങ്ങനെ വലിയ രീതിയിലുള്ള രൂക്ഷമായ തർക്കങ്ങളിലേക്ക് സാഹചര്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനാ പണിമുടക്കിൻ്റെ തീയതി കൂടി തീരുമാനിക്കാൻ വേണ്ടിയുള്ള ഫിലിം ചേംബറിൻ്റെ യോഗമാണ് നടക്കാൻ പോകുന്നത്. ഈ 27-ാം തീയതിയാണ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി വരുന്ന സിനിമ എന്ന് പറയുന്ന എമ്പുരാന്റെ റിലീസ് വരുന്നത്. എമ്പുരാനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫിലിം ചേംബർ ഇത്തരത്തിലൊരു പ്രതികാര നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് വലിയ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. 25-ാം തീയതിക്ക് ശേഷം ഏത് സിനിമ റിലീസ് ചെയ്യണമെങ്കിലും തിയേറ്ററുകാരുമായി കരാർ ഒപ്പിടുന്നതിന് മുൻപ് ഫിലിം ചേംബറിന്റെ അനുമതി മേടിക്കണമെന്നതാണ് ഫിലിം ചേംബറിന്റെ തീരുമാനം. ഇത് എമ്പുരാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണോ എന്ന നിലയിലുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഈ സൂചനാ പണിമുടക്ക് തീരുമാനിക്കാനുള്ള ഒരു യോഗം കൂടിയാണ് നടക്കുന്നത്. വിവിധ സംഘടനകൾ ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫിയോക്ക് ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നഷ്ടം സിനിമാ മേഖലയ്ക്ക് വരുന്നു. ഇത് നികത്താൻ വേണ്ടി താരങ്ങളുടെ പ്രതിഫലം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഈ ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിരുന്നത്. പ്രധാന താരങ്ങളില്ലെങ്കിലും സിനിമ മുന്നോട്ട് പോകുമെന്നതായിരുന്നു ഫിലിം ചേംബറിന്റെ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ അറിയിച്ചത്. അത്തരത്തിലൊരു തുറന്ന വെല്ലുവിളികളിലേക്കൊക്കെ സാഹചര്യം പോയ ഘട്ടത്തിൽ ഇന്നത്തെ ചർച്ച ഏറെ നിർണായകമാണ്. എന്ത് തീരുമാനം ഈ ചർച്ചയ്ക്ക് ശേഷം വരുമെന്നതും നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് റോഷ്നി. ഓക്കെ, മറ്റൊന്ന്, വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വോട്ടിനിടുമ്പോൾ പൂർണ്ണമായി പിന്തുണയ്ക്കുമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ കേരളത്തിലെ MP-മാർക്ക് ഇന്ന് കത്തെഴുതും അല്ലേ? റോഷ്നി, ഈ സമീപ കാലത്തുണ്ടായ പല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൂടി നമ്മൾ ഇത് ചർച്ച ചെയ്ത വിഷയമാണ്. പ്രധാനമായും മുനമ്പം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുമ്പോൾ അത് വഖഫ് നിയമ ഭേദഗതിയുമായി ചേർത്ത് വെക്കാനുള്ള ശ്രമങ്ങളായിരുന്നു BJP പ്രധാനമായും നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തുറന്ന കത്ത് നൽകൽ പരിപാടിയിലേക്ക് കടക്കുകയാണ് BJP. അതിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് ഇന്ന് BJP പ്രവർത്തകർ ചേർന്ന് ഈ വഖഫ് നിയമ ഭേദഗതി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കത്ത് നൽകുന്നത്.
ഇന്ന് രാവിലെ 11 മണിക്ക് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വെച്ചാണ് ഈ പരിപാടി നടത്തുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും BJP പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ പരിപാടി, ഒരു ശക്തിപ്രകടനം എന്ന നിലയിലുള്ള പരിപാടി എന്ന നിലയിൽ തന്നെയാണ് BJP ഇന്നത്തെ പരിപാടിക്ക് പദ്ധതി ഇട്ടിരിക്കുന്നത്. എന്തായാലും ഈ KVS ഹരിദാസ് ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ നിലയിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി തന്നെയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇനി വഖഫ് നിയമ ഭേദഗതി മാത്രമാണ് നിലനിൽക്കുന്ന മുനമ്പം ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന നിലയിലുള്ള തുറന്ന പ്രസ്താവനകൾ മുനമ്പം സമരവേദിയിൽ ഉൾപ്പെടെ വന്നുകൊണ്ട് നേതാക്കൾ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു. വഖഫ് അവകാശം ഉന്നയിച്ചുകൊണ്ടുള്ള കത്തുകൾ, നോട്ടീസുകൾ പല കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടങ്ങളിലെല്ലാം BJPയുടെ സംസ്ഥാന ദേശീയ നേതാക്കളിൽ പലരും എത്തുന്നു, അവർ പിന്തുണ പ്രഖ്യാപിക്കുന്നു. ഈ സാഹചര്യങ്ങളുമായി എല്ലാം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന പരിപാടിയിൽ വലിയൊരു ജനാവലിയെ അണിനിരത്തിക്കൊണ്ട് ഈ കേരളത്തിലെ MP-മാർക്ക് കത്തെഴുതുക, പൂർണ്ണ പിന്തുണ വഖഫ് നിയമ ഭേദഗതിക്ക് നൽകുക എന്ന ആവശ്യം ഉന്നയിക്കുക എന്നതാണ് BJP ഇന്ന് പദ്ധതിയിട്ടിരിക്കുന്ന പരിപാടി. റോഷ്നി, ശരി. പിന്നീട് മറ്റൊന്ന്, കർഷക ആവേശം വാനോളം ഉയർത്തി എറണാകുളം കാക്കൂർ കാളവയലിൽ ഇന്ന് മഡ് ഫുട്ബോൾ നടക്കുമല്ലേ, കാണാൻ പോകുന്നുണ്ടോ? റോഷ്നി, ഈ കാക്കൂർ കാളവയലിലെ മഡ് ഫുട്ബോളിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ എറണാകുളത്തിൻ്റെ കൂത്താട്ടുകുളം ഭാഗത്തേക്ക്, അതിൻ്റെ ഓരപ്രദേശങ്ങളിലേക്കൊക്കെയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആവേശം നിറഞ്ഞ പരിപാടി കൂടിയാണ് ഈ പറയുന്ന മഡ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പരിപാടി തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയതാണ്. VS സുനിൽകുമാർ വന്ന് അവിടെ ഒരു കാർഷിക സെമിനാറിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചതാണ്. അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വിപണനവും പ്രദർശനവും ഒക്കെ നടക്കുന്നൊരു പരിപാടി കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ഈ കാർഷികോത്സവം എന്ന് പറയുന്നത്. അതിൽ ഈ മഡ് ഫുട്ബോൾ മാത്രമല്ല, പക്ഷെ അതിൻ്റെ ഏറ്റവും ആവേശത്തിലേക്ക് കടക്കുന്നത് സത്യത്തിൽ ഈ മഡ് ഫുട്ബോളിനാണ്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും മഡ് ഫുട്ബോൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. മറ്റേ നമ്മുടെ ഗ്രൗണ്ടുകളിൽ നല്ല വർണ്ണശബളമായ ഉടുപ്പുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഫുട്ബോളിന് പകരമായി ചെളിയിൽ പൂണ്ട് വിളയാടുക എന്ന് തന്നെ പറയുന്ന രീതിയിൽ കർഷകരുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന നിലയിലുള്ള ഒരു കായിക വിനോദം, ഒരു കായിക മത്സരം, ഒരു ആവേശം കൊള്ളിക്കുന്ന മത്സരം തന്നെയാണ് മഡ് ഫുട്ബോളുകൾ. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് മഡ് ഫുട്ബോൾ നടക്കുന്നത്. അതിനുശേഷവും ഗാനമേളയും ഉൾപ്പെടെയുള്ള മറ്റു പല പരിപാടികളും ഉണ്ട്. അതുകൊണ്ട് അതൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ്. നമ്മൾ എന്തായാലും അവിടെ എത്താൻ ശ്രമിക്കും, ആ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. കർഷക ആവേശം വാനോളം ഉയരുക എന്ന് വെറുതെ പറയുന്നതല്ല, ആ ദൃശ്യം നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. റോഷ്നി.